പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹൃദയം തുറന്ന് ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഈ ആരാധന നിങ്ങൾക്കൊരനുഭവമായിട്ട് തീരട്ടെ. ജീവിക്കുന്ന ഈശോ നിങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ മധ്യത്തിലായിരിക്കുകയാണ്. ആ ഈശോയെ ഹൃദയം തുറന്ന് നോക്കിയാൽ, ആ ഈശോയെ ഹൃദയം തുറന്ന് അനുഭവിച്ചാൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. നമുക്ക് ആരാധനയിലേക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥനയോടുകൂടി പ്രവേശിക്കാം. നമുക്ക് മുട്ടുകുത്താം. ദിവ്യകാരുണ്യമായി ഈശോ ഇതാ നമ്മുടെ അരികിലേക്ക് എഴുന്നള്ളി വരികയാണ്. നമ്മളെ ആശീർവദിക്കുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. പ്രത്യാശയോടെ, വിശ്വാസത്തോടെ നമുക്കവനെ ആരാധിക്കാം. ആധിയും വ്യാധികളുമേറുമ്പോൾ, ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ, ഉള്ളം തകർന്നു പിടഞ്ഞിടുമ്പോൾ, നാഥാ നീ എന്നാശ്രയം. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യശോയിലേക്ക് നോക്കി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹൃദയത്തിൽ വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം, ഈശോയെ അപ്പമായി, ദിവ്യകാരുണ്യമായി, സ്നേഹത്തിൻ്റെ കൂദാശയായി അങ്ങ് ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത് ആദിയും വ്യാധിയും സങ്കടങ്ങളും നൊമ്പരങ്ങളുമൊക്കെയായി വിഷമിക്കുന്ന ഞങ്ങളെ ശക്തിപ്പെടുത്താനും സൗഖ്യപ്പെടുത്താനും അനുഗ്രഹിക്കുവാനുമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും ആ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈശോയെ, സൗഖ്യദായകനായ ഈശോയെ, അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇതാ എന്നെ, എൻ്റെ വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും എല്ലാം നിൻ്റെ മുമ്പിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട്, എന്നെ പൂർണ്ണമായും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയോട് ചേർന്ന് ഞാൻ നിന്നെ ആരാധിക്കുന്ന ഈശോയെ, ഞാൻ നിന്നിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട്, ഞാൻ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിന്നെ ഞാൻ ആരാധിക്കുന്ന ഈശോയെ, എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമായി, പരിശുദ്ധ കൂദാശയായി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ, നിന്നെ ഞങ്ങൾ സ്നേഹിച്ച് ആരാധിക്കുന്നു. നിന്നെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. എന്നെ, എൻ്റെ വേദനകളും സങ്കടങ്ങളും എൻ്റെ രോഗങ്ങളും കഷ്ടപ്പാടുകളും കടബാധ്യതകളും എല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്ന കർത്താവേ, എല്ലാ മക്കളും ആരാധിക്കുന്നു, എല്ലാ ഹൃദയങ്ങളും ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ,
ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ ആരാധിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ. ഈശോയുടെ സന്നിധിയിൽ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ സ്നേഹമേ, നന്ദിയോടെ എന്നെ നിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ഞാൻ ആരാധിക്കട്ടെ. ആരാധിക്കുന്ന മക്കൾക്ക് അങ്ങ് തിരുവചനത്തിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവിനെ ആരാധിക്കുക. ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും. ദേശത്ത് നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. നീ ഒരുപാട് അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തുവല്ലോ. ആരാധിക്കുന്ന മക്കൾക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹവും എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ, സമൃദ്ധമായി കടന്നു വരട്ടെ. ആഗ്രഹത്തോടെ നമുക്ക് ആരാധിക്കാം. ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാം. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, കരങ്ങളടിച്ച് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. നന്നായി കരങ്ങളടിച്ച് സ്വാതന്ത്ര്യത്തോടെ എല്ലാവരും ഈശോയെ ആരാധിക്കുന്നു. ആബാ പിതാവേ, മക്കളായ ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആരാധിക്കുന്നു. പുത്രനായ ഈശോ ഞങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നവൻ, എന്നും ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ദിവ്യകാരുണ്യമായി തീർന്ന ഈശോ, ഈശോയെ, യേശുനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാടി ആരാധിക്കാം. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥാ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. കരങ്ങൾ വീശി പാവനാത്മാവേ, നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നന്ദിയോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. കരങ്ങൾ അടിച്ച് പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, എല്ലാവരും ചേർന്ന് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ചേർന്ന് പാടി ആരാധിക്കാം. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധിക്കുന്ന ഈശോയെ, ആരാധന അങ്ങേക്ക് ആരാധന. ആരാധന
ഹാലേലുയ 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 ഹാലേലുയ. ഈശോയെ, ആബാ പിതാവേ, രക്ഷകനായ യേശുവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഇതാ മക്കളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് ഏക മനസ്സോടെ ഒരേ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഹാലേലുയ 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 ഹാലേലുയ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ ദൈവമേ, അടുത്തു വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമേ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇതിനു മുമ്പേ ഞങ്ങൾ ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് വചനത്തോട് വാഗ്ദാനം ചെയ്ത കർത്താവേ, വിശ്വാസത്തോടെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, തീഷ്ണതയോടെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹാലേലുയ 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 ഹാലേലുയ. യേശുവേ, ആരാധന 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 ആരാധന. എല്ലാ ഹൃദയങ്ങളും ഈശോയെ ആരാധിക്കട്ടെ, കൂട്ടായ്മയോട് ചേർന്ന് ആരാധിക്കട്ടെ, സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കട്ടെ. ഈശോയെ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു നിമിഷം കൂടെ നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ മുട്ടുകുത്താം. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന, ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്ന, സൗഖ്യം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ഇത്രമാത്രം ദൈവം അടുത്ത് വന്ന് അനുഗ്രഹിക്കാൻ തക്കവിധം ഭാഗ്യം ലഭിച്ച വേറെ ഏതൊരു ശ്രേഷ്ഠ ജനതയാണുള്ളത്? തൻ്റെ മക്കൾ കണ്ണുനീരോടെ വിളിക്കുമ്പോൾ, സങ്കടത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ വിളിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവരുടെ അടുത്തേക്ക് വന്നവരെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മെപ്പോലെ ഇത്രമാത്രം ഭാഗ്യം ലഭിച്ച വേറെയൊരു ജനത ഈ ഭൂമുഖത്തില്ല. സങ്കടങ്ങളുടെ, വേദനകളുടെ, രോഗങ്ങളുടെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ഹൃദയപൂർവ്വം വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്ന് കണ്ണുനീരൊപ്പി നമ്മുടെ മുറിവുകൾ വെച്ചുകെട്ടി സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 17-ാം തിരുവചനം. ഞാൻ നിന്റെ മുറിവുകൾ വെച്ചുകെട്ടും, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാ ദൈവത്തിന്റെ കൂടാരം നമ്മോട് കൂടെ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. മക്കളെ, നിങ്ങളുടെ മിഴികളിൽ നിന്നും കണ്ണീർ കണങ്ങൾ തുടച്ചു നീക്കും. നമുക്ക് ഈ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. എൻ്റെ കണ്ണുനീരൊപ്പുന്ന ഈശോ, എൻ്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കുന്ന ഈശോ, എൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുന്ന ഈശോ, അടുത്ത് വന്നിനെ അനുഗ്രഹിക്കുന്ന ഈശോ. ആ ഈശോയിൽ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. ആ ഈശോയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ആ കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതരായിരിക്കുമെന്ന് ജെറമിയ പ്രവാചകനിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. നമുക്ക് നമ്മുടെ 2 കരങ്ങളും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ, നൊമ്പരങ്ങളെ, സങ്കടങ്ങളെ, എൻ്റെ ജീവിത പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, എല്ലാം എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, തിരുമുറിവിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ എൻ്റെ 2 കരങ്ങളും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ഈശോയിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക.
അവിടുത്തെ സമീപിക്കുന്നവർ, അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ആരും നിരാശരാവുകയില്ല. അവിടുന്ന് അനുഗ്രഹിക്കും. ഈശോയെ, പരിശുദ്ധനായ അങ്ങയുടെ സന്നിധി നിൽക്കുമ്പോൾ എൻ്റെ കുറവുകളും എൻ്റെ അയോഗ്യതകളെല്ലാം ഞാൻ അറിയുന്നു. എനിക്കൊരു യോഗ്യതയുമില്ല. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. പരമപരിശുദ്ധനായ ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല. എങ്കിലും നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വേദനയോടെ സങ്കടത്തോടെ വിളിക്കുന്നവരെ അങ്ങ് ഒരിക്കലും കൈവിടാറില്ലല്ലോ. അവിടുത്തെ ആശ്രയിക്കുന്നവരെ ശക്തി പ്രാപിക്കും, കഴുകനെ പോലെ ചിറകടിച്ചുയരും. നിന്റെ ഈ വചനത്തിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നു. കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കും പാപിയിൽ കനിയണമേ. ഈശോയെ, കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കും പാപിയിൽ കനിയണമേ. നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, കണ്ണുനീരോടെ ഞാനിതാ പ്രാർത്ഥിക്കുന്നു. എന്നെ ഒന്ന് തൊടണമേ ഈശോയെ. കണ്ണു തുറന്ന് അങ്ങ് എന്നെ ഒന്ന് കാണണമേ എൻ്റെ ഈശോയെ. ആ കരങ്ങൾ ഉയർത്തി എന്നെ ഒന്ന് ആശീർവദിക്കണമേ ഈശോയെ. കൊച്ചു കുഞ്ഞിന്റെ സ്വാതന്ത്ര്യത്തോടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഈശോയോട് അപേക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കും പാപിയിൽ കനിയണമേ. നമുക്ക് നമ്മുടെ കരങ്ങൾ തുറന്ന് അല്പം ഉയർത്തി യാചനാരൂപത്തിൽ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് സങ്കടങ്ങൾ അറിയുന്നു. അന്ധനായ ബർത്തമീസ് യേശുവേ ദാവീദിന്റെ പുത്രാന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വിളി കേട്ട് ഈശോ അടുത്ത് വന്ന് അവനെ അനുഗ്രഹിച്ചു. എന്നെയും അനുഗ്രഹിക്കും. എന്റെയും പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കും. ഓരോരുത്തരും ഹൃദയത്തിൽ നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും നിയോഗങ്ങളെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കും പാപിയിൽ കനിയണമേ. കരങ്ങൾ കൂപ്പി വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ അടുത്ത് വന്ന് അനുഗ്രഹിക്കുന്ന കർത്താവേ, ഒരു നിമിഷം ഞാൻ അനുതാപത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന കർത്താവേ, നിന്റെ അനുഗ്രഹവും കൃപാകടാക്ഷമൊക്കെ സ്വീകരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ അയോഗ്യതകൾ നിയമാവർത്തന പുസ്തകത്തിലൂടെ 23-ാം അധ്യായത്തിലൂടെ അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്റെ ശത്രുക്കളിൽ നിന്ന് നിനക്ക് സംരക്ഷണം നൽകുവാൻ, നിനക്ക് വിജയം നൽകുവാൻ അനുഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തി ഞാൻ അടുത്തേക്ക് വരുമ്പോൾ മക്കളെ, ശുചിത്വമല്ലാത്ത എന്തെങ്കിലും കണ്ട് അനുഗ്രഹിക്കാതെ തിരിച്ചു പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ പാളയത്തെ നിങ്ങൾ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. നമുക്ക് അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. ഒത്തിരി കുറവുകളും അയോഗ്യതകളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. ഈശോയെ, ഞങ്ങളുടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങേക്ക് ആ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല, ഞങ്ങളെ തൊട്ട് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ഞങ്ങളുടെ അയോഗ്യത കൊണ്ട് അങ്ങ് അനുഗ്രഹിക്കാതെ തിരിച്ചു പോകുന്ന അവസ്ഥ സംഭവിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ അയോഗ്യതകൾ, ഞങ്ങളുടെ കുറവുകൾ ഇതാ നിന്റെ തിരുമുറിവിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ അയോഗ്യതകളെ അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ. ഈ പരിശുദ്ധമായ നിമിഷം
നിന്റെ അനുഗ്രഹ ആശീർവാദം എനിക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ കൃപയായി ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ അയോഗ്യതകളെ അങ്ങ് തന്നെ പരിഹരിക്കണമെന്ന് അനുതാപത്തോടെ നമുക്കൊരു നിമിഷം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും കടന്നു വന്ന് നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ അയോഗ്യതകൾ, മക്കളെ, നിങ്ങളുടെ പാളയത്തെ നിങ്ങൾ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. ആരെല്ലാം തങ്ങളുടെ അയോഗ്യതകളെ ഓർത്ത് അനുതപിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരോടെല്ലാം ഈശോ കരുണ കാണിച്ചല്ലോ. നമുക്ക് പ്രത്യാശയോടെ നമ്മുടെ കുറവുകളെയൊക്കെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുച്ചോരയാലെന്നെ കഴുകേണമേ, പൂർണ്ണമാ എന്നെ നീ കഴുകേണമേ. തിരുച്ചോരയാലെന്നെ കഴുകേണമേ, പൂർണ്ണമാ എന്നെ നീ കഴുകേണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. തിരുച്ചോരയാലെന്നെ കഴുകേണമേ, പൂർണ്ണമായി എന്നെ നീ കഴുകേണമേ. ഈശോയെ, എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ വന്നുപോയ എല്ലാ കുറവുകളെ ഓർത്ത് ഞാൻ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. എൻ്റെ കുടുംബത്തെ, തലമുറകളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഏറ്റവും എളിമയോടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഞാനും എൻ്റെ പിതാക്കളും പൂർവികർ മുൻ തലമുറകൾ അറിവിനാല ജതകളാ ചെയ്തു പോയൊരു തെറ്റുകൾ. ഞാനും എൻ്റെ പിതാക്കളും പൂർവികർ മുൻ തലമുറകൾ അറിവിനാല ജതകളാ ചെയ്തു പോയൊരു തെറ്റുകൾ. തിരുച്ചോരയാലെന്നെ കഴുകേണമേ, പൂർണ്ണമായി എന്നെ നീ കഴുകേണമേ. ഈശോയുടെ പരിശുദ്ധ രക്തത്തിന്റെ അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് തിരുച്ചോരയാലെന്നെ കഴുകേണമേ, പൂർണ്ണമായി എന്നെ നീ കഴുകേണമേ. കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൂർണ്ണമായി എന്നെ കഴുകണമേ ഈശോയെ. പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ ഈശോയെ. എന്നെ, എൻ്റെ കുടുംബത്തെ, തലമുറകളൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുച്ചോരയാലെന്നെ കഴുകേണമേ, പൂർണ്ണമാ എന്നെ നീ കഴുകേണമേ. തിരുച്ചോരയാലെന്നെ കഴുകേണമേ, പൂർണ്ണമായി എന്നെ നീ കഴുകേണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ മുദ്രിതമാകട്ടെ, പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടട്ടെ. സ്വർഗം തുറന്ന് അവിടുന്ന് അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹവും ഐശ്വര്യവും അതിൻ്റെ പൂർണ്ണതയിൽ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് വന്നു നിറയട്ടെ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആരാധിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ ആരാധന.
നമുക്ക് ഈശോയുടെ സന്നിധിയിൽ മുട്ടുകുത്താം. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കർത്താവ്, നമ്മുടെ സങ്കടങ്ങളും വേദനകളിൽ ഏറ്റെടുക്കുന്ന കർത്താവ് നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സമയമാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ, നന്ദിയോടെ നമുക്ക് അവിടുത്തെ അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. തിരുമുമ്പിൽ ഞാൻ സമർപ്പിച്ച എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഏറ്റെടുക്കുന്ന കർത്താവ് അടുത്ത് വന്നെന്നെ അനുഗ്രഹിക്കുന്ന നിമിഷം പ്രത്യാശയോടെ, നന്ദിയോടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഹൃദയത്തിൽ നന്ദിയും സ്തുതി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന, 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 ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന.